സോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് പതുക്കെ മുട്ടി ഒടിച്ചെടുത്താൽ മതി. സോ ദീസ് ടു men are helping us with this സഹായികൾ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 4 സൈഡിൽ നിന്നും കമ്പ് വെച്ചിട്ട് കെട്ടിയിട്ട് എല്ലാവരും അവരവരുടേതായ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കയറിലൊക്കെ കെട്ടി സെറ്റ് ചെയ്യാനാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തു. അല്ല, ഇനിയുള്ള എല്ലാ ഐഡിയയും എൻ്റെ സ്വന്തമാണ്. അമ്മ ഇപ്പൊ തരാന്ന് ഇതെന്താന്ന് വെച്ചാൽ ഈ സ്റ്റൂള് അവിടെ ഇരിക്കുന്ന ചോട്ടൂസിൻ്റെ ആണ്. അപ്പം ഇവൻ ചുമ്മാ കൊതി കുത്തി സ്റ്റൂള് തിരിച്ച് മേടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ അവനെ കളിയാക്കണേ, ജസ്റ്റ് ഫോർ ഫൺ. ഇത് മുറുകി അമ്മ ഒന്നും മിണ്ടാതിരി, ബുദ്ധിയുള്ളവർ ചെയ്യട്ടെ എന്തെങ്കിലും. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുള്ളേ അങ്ങനെ അത്രയും മതി. അപ്പം ഈ കാണുന്ന കമ്പ് പിടിച്ചു നിന്ന് സഹായിക്കുന്ന ഈ കുട്ടി എൻ്റെ അനിയത്തിയാണ്. മൈ സ്വീറ്റ് ഗേൾ അനിയത്തി. നഴ്സിംഗ് പഠിക്കാൻ ആള് ക്രിസ്മസ് വെക്കേഷന് വന്നതാണ്. ഇല്ല, ഇവന് പറഞ്ഞു വിടാൻ. വീട്ടിൽ പറഞ്ഞു വിടാ. ഞാനാണ് ആദ്യം പിന്നെ ചേട്ടാ പരട്ടച്ചെറുക്കൻ. എടാ അത്രയും കാരെടുത്ത് കെട്ടല്ലേ, നമുക്ക് തികയില്ല. അല്ലെങ്കിൽ അത്ര എടുത്ത് കെട്ടല്ലേ. ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ച ക്യാമറാമാൻ 100% ആത്മാർത്ഥത കാട്ടി എൻ്റെ വീടും പരിസരവും പ്രകൃതി രമണീയതയൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല. എൻ്റെ വീടിൻ്റെ അകം സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി. അതാണ് ഞങ്ങളുടെ വീട്ടിലെ പാവ, അന്നബൽ പാവ. കൂടെ ആ ടൈലെടുത്തിങ്ങ് വെക്കാന്ന് ഓർത്തായിരിക്കണം. വീതിയുള്ള ടൈലുണ്ടല്ലോ അച്ചു, എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് പുൽക്കൂടൊക്കെ വെച്ചിട്ട് പായല് വേണം. ഇവിടെ ഉണ്ടോ വലിയ ടൈല്. ട്രാൻസിഷൻ ചെയ്താലോ? എന്നത് ട്രഡീഷണൽ ചെയ്യണോ അല്ലെങ്കിൽ അരിവാളി ഇരിക്കണ പേടിയാവണു. ക്രിസ്മസ് അരിവാളി ഇരിക്കണ പേടിയാവണു. ഈ ചപ്പന് എന്റെ വീഡിയോ മാത്രമേ എടുക്കണുള്ളൂ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ ചുറ്റിവിടുന്ന് കറക്കി എറിഞ്ഞ് ഇതാരടാ ഞങ്ങളുടെ മുട്ട പൊട്ടിച്ചേ. നീയാന്ന് നിന്റെ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം 100% കറക്റ്റായി ഗൈസ്. അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ സ്റ്റൂള് തിരിച്ചു ചോദിച്ചു മാത്രമേ ഉള്ളൂ, കൊണ്ടുപോയൊന്നുമില്ല. പിള്ളേരല്ലേ, എനിക്ക് ചിരി വരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ക്യാമറാമാൻ അച്ചു 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ കുറച്ച് ഹിന്ദി സീരിയൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ക്യാമറ ഇട്ട് കറക്കി നല്ല എല്ലാ ആംഗിളിലും പുള്ളി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്. ചേച്ചി നമ്മളിത് ഒരു ക്രിസ്മസ് ട്രീ ബിൽഡിംഗ് ആണ്, പൈസ ചെലവില്ലാണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെയാണ് ഗൈസ്. നമ്മൾ ഉണ്ടാക്കുന്ന 2 ഇതാ
ചാച്ചായി ഇതാണ് നമ്മുടെ ഡോണ കുഞ്ഞാച്ചി, ഇത് ഡോണിയ ചേച്ചി, ഇത് ഷാർലറ്റ് ചേച്ചി. പ്ലാൻ എന്താന്ന് വെച്ചാൽ കമ്പിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ നമ്മൾ കോൺ പോലെ പേപ്പർ റാപ്പ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തൊരു ക്രിസ്മസ് ട്രീയുടെ ഒരു എന്ത് ഷേപ്പാണ്, ഈ പിരമിഡിൻ്റെ ഷേപ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ചുറ്റിലും കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് ക്രിസ്മസ് ട്രീ ആക്കാനുള്ള പരിപാടിയാണ്. പറഞ്ഞ പോലെ ഐഡിയ എൻ്റെ അല്ല കേട്ടോ, ഐഡിയ ഹാൻഡ് ചെയ്ത യൂട്യൂബ് ചാനൽ നോക്കി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഐഡിയയാണ്. എക്സിക്യൂട്ട് ചെയ്തത് ഞാനാണെന്ന് മാത്രം. എന്ത് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് ട്രീ ഉണ്ട്, ചെലവില്ലാണ്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വിധം നമ്മൾ കാണുവാണ് ഗായ്സ്. അല്ല ഗായ്സ്, നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തയ്യാറായി. ചെറുക്കം ഒന്ന് മാറി നിന്നാണോ ചെറുക്കം? ക്രിസ്മസ് ട്രീ ആയി, ക്രിസ്മസ് ട്രീ ആയി. ഇപ്പൊ എല്ലാവർക്കും ഒരു ന്യൂസ് പേപ്പറും കൂടി എടുത്തരാ. വച്ചു ലഭിച്ചു. ഒരു ലേറ്റർ പേപ്പറാ. സൂപ്പറാ. എടാ കത്തി തന്നാടാ ചെറുക്ക. ഈ ചെറുക്കൻ ചലമണ്ട ഞാൻ കുടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കട്ടെ. എന്റെ വീഡിയോയിൽ ഒന്നും പറയും പ്രത്യേകിച്ച് ഉണ്ടാക്കി തട്ടെ. പുൽക്കൂടൊക്കെ നാളെ തുടങ്ങാം. ഒരെണ്ണേ ഉള്ളൂ. ഒരു ദിവസം നാളെ സമയമില്ല. നാളെ എല്ലാവരും സ്കൂളിൽ പോകും. ഓളില്ലേ ആ സാറിന് നമുക്ക് ടിക്കറ്റ് നിങ്ങളുടെ വീട്ടില് ന്യൂസ് പേപ്പർ തന്നെ പറഞ്ഞില്ല. ന്യൂസ് പേപ്പറിന്റെ അറിയത്തിൽ കൊണ്ടുവന്നു. എന്റെ വീട്ടിലോ? എന്റെ വീട്ടില് ന്യൂസ് പേപ്പർ പറ്റില്ല. പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റർ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പോസ്റ്റർ ഉണ്ടോ? ഞാൻ ഇവന്റെ ഒരു പോസ്റ്റർ ഇപ്പൊ ആ വഴി ക്രോസ് ചെയ്യണ സൂക്ഷിക്കുന്നുണ്ട്. നാളെ കുട്ടി ഇവരുടെ ഒട്ടിച്ചിട്ട് 2 മിനിറ്റ് ആയി പോരെ? നീ ആയിരിക്കും. അതങ്ങനെ മുകളിൽ വെക്കാടി. സോ ഇങ്ങനെ ഗ്രീൻ റിബൺ നമുക്ക് കിട്ടും. അതിങ്ങനെ കറക്കി നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ഡെക്കോർ പോലെ ആക്കാം എന്ന് വിചാരിച്ചു. പ്രൈസ് ടാഗ് ആൻറ്റി പറിക്കാത്തതിൻ്റെ റീസൺ തിരിച്ചു കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൽ കമ്മിറ്റഡായി. പ്രൈസ് ടാഗൊക്കെ വലിച്ചെറിഞ്ഞ് സംഭവം സെറ്റായി. ബ്യൂട്ടിഫുൾ ആകുമെന്ന് 100% ഉറപ്പായി. ഇത് താത്തി ഇനി പേപ്പർ മാത്രം കാണും. അതെ. അതിന്റെ വീതിയിൽ അതനുസരിച്ച് അങ്ങ് ചുറ്റും. അങ്ങനെ തന്നെ വെച്ചേക്കണം ചെയ്യും. ഡബിൾ സൈഡ് ടേപ്പ് ആയിരുന്നു. നമുക്കിത് പൂക്കളും പുഴകളും ഒക്കെ വെച്ച് കവർ ചെയ്യാം. നീ സ്റ്റാറിനെ എന്റെ സ്റ്റാറിനെ കളയണം നീ. ആരും മേടിക്കാതെ അതിന്റെ മണ്ടേ കൊണ്ടുവന്ന ഷർട്ടും കൊണ്ടു മേടിച്ചിട്ടോ. ഞാനിവിടെ ഒരു ബോ എന്നാ പിന്നെ പുള്ളിക്കൊന്ന് പിടിച്ചാൽ ഇവന്റെ ചെരുപ്പ് എനിക്ക് ഭാഗമാണ്. അത് മോളിൽ ഇച്ചിരി എടുക്കാം. അധികം മുകളിൽ നമുക്ക് ആ റെഡ് സംഭവം വെക്കാം. കറക്റ്റ് ആവും. അത് വെക്കട്ടെ മനുഷ്യ. നിങ്ങൾ പറഞ്ഞു അറക്കണേനും പടക്കല ചാവാൻ തുടങ്ങും. വെള്ളത്തിന് കൂടും അതുമില്ല. എല്ലാവരും എന്തെങ്കിലും കാണിക്കുമ്പോൾ ഈ സംഭാഷണം കേട്ട് അപ്പനും അമ്മയും തമ്മിൽ സ്നേഹമില്ലാന്നൊന്നും വിചാരിക്കരുത്. അവർ തമ്മിൽ അടയും ചക്കരയും പോലെയാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നൊരു ദിവസം താമസിച്ചാൽ മതി. ഇതിപ്പോൾ ചുമ്മാ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ തമ്മിലുള്ള സ്നേഹപ്രകടനം, സൗഹൃദ സംഭാഷണമൊക്കെ ഇങ്ങനെയാണ്.
ഗൈസ് നമ്മുടെ ക്രിസ്മസ് ട്രീ പച്ച അലങ്കാര സാധനങ്ങൾ ചുറ്റാണ്. പിടിച്ചിട്ട് ഇങ്ങനെ പണി കഴിയാനായി. നമ്മള് ഒരു കാല് മേലോട്ട് വെച്ചിട്ട് കെട്ടി വെക്കും. പുൽക്കൂടും കൂടെ ഉണ്ടാക്കുന്ന വീഡിയോ ഉടൻ വരുന്നതായിരിക്കും, കാണാം. ഇതൊന്ന് ചെയ്തോളാം, ഇതൊന്ന് വീഡിയോ എടുത്തോളാം. നീ ഇപ്പൊ ഇവിടുന്ന് വെട്ടത്തിന് ഈ സംഭവം ഉണ്ടല്ലോ ഫ്രണ്ടില് മാത്രമായിട്ട് തൂക്കാവുള്ളൂ. അപ്പം എൻ്റെ അപ്പനവിടെ വന്നിരുന്ന ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളി പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ടുള്ളൊരു ക്രിസ്മസ് ട്രീയാണിത്. പിന്നെ ചാച്ചായി അടുത്തിട്ട് ആ ചോട്ടുമായിട്ട് വഴക്കിടുന്നുണ്ട്. ചുമ്മാ തമാശയ്ക്ക് പറയണതാണ്, കളിയാക്കണതാണ്. അത് അവനും മനസ്സിലാവാതെ അവൻ ദേഷ്യപ്പെടും. അപ്പോൾ അത് കാണാൻ വേണ്ടി കാണാൻ അവിടെ ഇച്ചിരി ഓട്ടയുണ്ട്. നമുക്ക് ബാക്കോട്ട് വിടാം. ക്രിസ്മസ് ഒടിഞ്ഞ സ്റ്റാറിന്റെ ഭാഗം നീ കാണിച്ചു. മണിയൊക്കെ തൂക്കുമ്പോ നല്ല. This is the final look of my Christmas tree. And ഒരു ചെറിയ സ്റ്റാറും ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. That's all. But I like it. സോ അത്രയുള്ള ഞങ്ങളുടെ സ്മോൾ ലിറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Ta-da!